ഹായ് ഫ്രണ്ട്സ്, 2023 അതായത് കഴിഞ്ഞ വർഷം ഒരു ബമ്പർ IPOകളുടെ ഒരു കാലമായിരുന്നു. IPOകളുടെ വലിയൊരു ചാകരയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്താണ് IREDA അഥവാ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്ന PSU കമ്പനിയുടെ IPOയും വന്നത്. 32 രൂപ ഇഷ്യൂ പ്രൈസിലായിരുന്നു ആ IPO മാർക്കറ്റിലേക്ക് വന്നത്. നവംബർ 29 ഇത് ലിസ്റ്റ് ചെയ്ത ദിവസം ക്ലോസ് ചെയ്തത് 59.99 റുപ്പീസിലാണ്. അതായത് ഏകദേശം 60 രൂപയിലാണ് ലിസ്റ്റ് ചെയ്തത്. 32 രൂപയ്ക്ക് IPO വാങ്ങിയവർക്ക് കിട്ടിയ നേട്ടം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് 87% ഒരു നേട്ടമാണ് അവർ നേടിയത്. അപ്പോൾ 2023 ഇതേപോലെ IPO നേട്ടം കൊയ്ത വേറെയും ഒരു 3 സ്റ്റോക്കുകളുണ്ട്. അതായത് IREDA-നെക്കാളും ലിസ്റ്റിംഗ് ഗെയിൻ നേടിയ 3 സ്റ്റോക്കുകളുണ്ട്. അതിലൊന്ന് ടാറ്റ ടെക്കാണ്, മറ്റൊന്ന് ഐഡിയ ഫോർജ്, മറ്റൊന്ന് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരുന്നു. അപ്പോൾ 60ഓളം IPOകൾ വന്നതിൽ IREDA-യും പോലെ 4 സ്റ്റോക്കുകളാണ് ഈ ഒരു വമ്പിച്ച നേട്ടങ്ങൾ നേടിയ 4 സ്റ്റോക്കുകൾ. എന്നാൽ ഈ മറ്റ് 3 സ്റ്റോക്കുകളും അവരുടെ ലിസ്റ്റിംഗ് ഗെയിന് ശേഷം ആ ഒരു മൊമെൻ്റം നിലനിർത്താനാവാതെ താഴേക്ക് വന്നപ്പോൾ IREDA അവിടെ നിന്നും കുതിച്ച് 105 രൂപയിലേക്ക് എത്തുകയുണ്ടായി. അതായത് IPO പ്രൈസുമായി തട്ടിച്ച് നോക്കുമ്പോൾ 228% തകർപ്പൻ മുന്നേറ്റമാണ് IREDA നേടിയത്. അപ്പോൾ ഇങ്ങനെ മറ്റ് 3 ബമ്പർ IPOകളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് 2023 ഏറ്റവും തകർപ്പൻ IPO ആയിട്ട് IREDA മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിൻ്റെ കാരണം എന്ത്? ഇത് ഇനിയും മുന്നേറുമോ? ഈ വിലയിൽ നമുക്കൊരു ഫ്രഷ് എൻട്രി എടുക്കാമോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ IREDA സ്റ്റോക്കിനെ വിലയിരുത്തുമ്പോൾ അവർ ഉൾപ്പെടുന്ന ഒരു സെക്ടറിനെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എനർജി ഉൽപ്പാദനത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫോസിൽ ഫ്യൂൽസാണ്. അതായത് കൽക്കരി, ഗ്യാസ്, ഓയിൽ തുടങ്ങിയ എടുക്കുന്തോറും ഇല്ലാതാകുന്ന സോഴ്സുകൾ. ഇപ്പോൾ കൽക്കരി ആയാലും പെട്രോൾ ആയാലും ഇതൊക്കെ എടുക്കുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സോഴ്സുകളാണ്. അപ്പോൾ വളരെയധികം പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന ഇത്തരം സോഴ്സുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിനോട് ലോകം മുഖം തിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങി കുറേ കാലമായി. എന്നാൽ ഇപ്പോൾ അത് വളരെ ശക്തമായിട്ട് പല ലോക രാജ്യങ്ങളും 100%, 90% റിന്യൂവബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയും ഈ ഒരു സാഹസം തിരിച്ചറിഞ്ഞത്. അപ്പോൾ ലോകം ഇത് അറിഞ്ഞതുകൊണ്ട് പൂർണ്ണമായിട്ടും റിന്യൂവബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തോട് മത്സരിക്കാൻ ഇന്ത്യയും അതിൻ്റെ ഈ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കാനുള്ള പല പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇലക്ട്രിസിറ്റി കൺസംഷനിൽ, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഉപഭോഗത്തിൽ ലോകത്തിൽ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത്രയധികം നമ്മൾ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്നാൽ റിന്യൂവബിൾ സോഴ്സായ വിൻഡ്, അതേപോലെ സോളാർ, ഹൈഡ്രോ അല്ലെങ്കിൽ ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജി ആയിട്ടുള്ള ഇത്തരം വൈദ്യുത സോഴ്സുകളിൽ നിന്നുള്ള നമ്മളെ ഉൽപ്പാദനം വളരെ കുറവാണ്. ടോട്ടൽ കൺസംഷൻ്റെ എത്രയോ ചെറിയൊരംശം മാത്രമേ നമ്മൾ ഈ റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നുണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ 2022 ഒരു ഡാറ്റ പ്രകാരം ചൈന 1161 ഗിഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അതുപോലെ US, അമേരിക്ക 352 ഗിഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബ്രസീലാണെങ്കിൽ 175 ഗിഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയും താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനം. 163 ഗിഗാവാട്ട് മാത്രമാണ് ഇത്രയധികം കൺസംഷനുള്ള നമ്മൾ ഈ റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 2010 നമ്മളുടെ റിന്യൂവബിൾ എനർജിയുടെ ഒരു കൺസംഷൻ എന്ന് പറയുന്നത് 12%. 88% നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഈ താപവൈദ്യുത നിലയങ്ങളിൽ നിന്നൊക്കെയുള്ള വൈദ്യുതികളാണ്. അപ്പോൾ 2020 അത് കുറച്ചും കൂടി ഈ ഫോസിൽ ഫ്യൂൽസ് കുറക്കാൻ നമുക്ക് സാധിച്ചു. റിന്യൂവബിൾ എനർജി കുറച്ച് കൂട്ടാൻ സാധിച്ചു. ഇപ്പോൾ 77% നമ്മൾ ഈ നോൺ റിന്യൂവബിൾ സെക്ടറിൽ നിന്നും, ബാക്കി 23% നമ്മൾ റിന്യൂവബിൾ സെക്ടറിൽ നിന്നുമാണ് 2020 ഒരു ഡാറ്റ പ്രകാരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ 2030 ആകുമ്പോഴേക്കും 50% റിന്യൂവബിൾ സോഴ്സിൽ നിന്നും ബാക്കി 50% നോൺ റിന്യൂവബിൾ സോഴ്സിൽ നിന്നും എന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാനാണ്. അത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. വളരെ ശക്തമായ അധ്വാനം ആവശ്യമുള്ള ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള കിണഞ്ഞ ശ്രമമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് പല വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും പവർ കമ്പനികൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് IREDA എന്ന ഏജൻസിയെ സർക്കാർ വളരെ മുമ്പ് തന്നെ രൂപീകരിച്ചത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത്
MNRE. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ റൂഫ് ടോപ്പ് സോളാർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സബ്സിഡി എന്ന് പറയുന്നത് ഈ MNREയുടെ സബ്സിഡിയാണ്. അപ്പോൾ MNRE എന്ന് പറയുന്നത് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എനർജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഈ പറയുന്ന ഈ IREDA പ്രവർത്തിക്കുന്നത്. 1987 തന്നെ ഈ IREDA രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അന്ന് നമുക്ക് ആകെയുള്ളൊരു റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് ജലവൈദ്യുത പദ്ധതികളാണ്. അതിന് വളരെ കുറവാണ്. അതിനുവേണ്ടി മാത്രമായിരുന്നു ആ കാര്യമായിട്ടുള്ള ഫണ്ടിങ് ഒക്കെ നടന്നത്. പിന്നീടാണ് സോളാറും വിൻഡ് എനർജിയൊക്കെ വരുന്നത്. അപ്പോൾ 1987 രൂപം കൊണ്ട ഈ റിന്യൂവബിൾ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായ ഫണ്ട് കടമായി നൽകുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു NBFC ആണ് ഈ പറയുന്ന IREDA. NBFC എന്ന് പറയുമ്പോൾ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. അതായത് നമ്മുടെ ബജാജ് ഫിനാൻസോ അല്ലെങ്കിൽ PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ, അതല്ലെങ്കിൽ IRFC, അതേപോലെ നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസ് ഒക്കെ പോലെയുള്ള ഒരു NBFC കമ്പനിയാണ് IREDA. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. ഇവർ ന്യൂ ആൻഡ് റിന്യൂവബിൾ സെക്ടറിലുള്ള പ്രൊജക്റ്റുകൾക്ക് മാത്രമേ സാമ്പത്തിക സഹായം നൽകുകയുള്ളൂ. IREDA ഫിനാൻസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സോളാർ പവർ, വിൻഡ് പവർ, ഹൈഡ്രോ പവർ, അതേപോലെ ബയോമാസ്, അതുപോലെ വേസ്റ്റിൽ നിന്ന് എന്തെങ്കിലും എനർജി, ഇലക്ട്രിക്കൽ എനർജിയോ മറ്റോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്, അതേപോലെ എത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം, അതേപോലെ കംപ്രസ്ഡ് ബയോഗ്യാസ്, അതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജികൾ ഉൽപ്പാദിപ്പിക്കുന്നതോടെ, അതേപോലെ എനർജി എൻഹാൻസ്മെൻറ്റ് സെൻ്റർ EEC എന്ന് പറയുന്ന സ്ഥാപനത്തിന്, ഇങ്ങനെ ഗ്രീൻ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊജക്റ്റുകൾക്കും എല്ലാ കമ്പനികൾക്കുമാണ് ഇവരുടെ ധനസഹായം, കടം, ലോണൊക്കെ കൊടുക്കുന്നത്. അതിനുള്ളൊരു കമ്പനിയാണ് IREDA. പ്രദീപ് കുമാർ ദാസിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. അപ്പോൾ ഇവരുടെ ലോൺ ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 47,514 കോടിയുടെ ഒരു ലോൺ ബുക്കാണ് 2023 സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്ക് പരിശോധിച്ച് നമ്മൾക്ക് മനസ്സിലാവുക. ഇവരുടെ ഒരു ശക്തമായ ഗ്രോത്ത് 30% CAGR ഗ്രോത്താണ് ഫൈനാൻഷ്യൽ 21 ഫൈനാൻഷ്യൽ 23 തമ്മിൽ താരതമ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഇവരെ ലോണ് സാങ്ഷൻ ചെയ്തത് 11,000 കോടിയിൽ നിന്ന് 32,000 കോടിയായിട്ട് 2021 മുതൽ 23 വരെയുള്ള വർഷങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ലോണ് ഡിസ്ബേഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ 8,828 കോടിയിൽ നിന്ന് 21,639 കോടിയായിട്ടും വളർന്നതായിട്ട് കാണാം. കൂടാതെ ഇതിൻ്റെ ഗ്രോസ് NPA അത് 8% നിന്ന് 5%, അവിടെ നിന്ന് 3% കഴിഞ്ഞ 3 വർഷങ്ങളിൽ കുറഞ്ഞതായിട്ട് കാണാം. നമുക്കറിയാം NPA എന്ന് പറയുന്നത് കിട്ടാക്കടങ്ങളെ കുറിച്ചാണ്. അതായത് ബാഡ് ഡെപ്റ്റായിട്ട് നമ്മൾ കൊടുത്ത കടം അത് തിരിച്ചെടുക്കാതെ മുടങ്ങുന്ന അല്ലെങ്കിൽ ഡിഫോൾട്ട് ആകുന്ന അതിൻ്റെ ഒരു പെർസെൻറ്റേജാണ് NPA, നോൺ പെർഫോമിംഗ് അസറ്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് അത് എല്ലാ ബാങ്കുകൾക്കും എല്ലാ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു റേഷ്യോ ആണ്. പക്ഷേ അത് ഇവിടെ കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകത ഉള്ളൊരു കാര്യം. അപ്പോൾ നെറ്റ് NPA 5.61 നിന്ന് 2021 5.61, അവിടെ നിന്ന് അത് കുറച്ചിട്ട് 3.12 ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫൈനാൻഷ്യൽ 2023 ഇപ്പോൾ അത് 1.66 ആയിട്ടും കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ ഒരു സെക്ടർ വൈസ് ഇത് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലാണ് ഇവർ ഏറ്റവും അധികം ലോൺ ഡിസ്ബേഴ്സ് ചെയ്തിട്ടുള്ളത്. 73% അത് ഈ ഫൈനാൻഷ്യൽ 23 73% ലോൺ കൊടുത്തിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടറിലാണ്. അത് FY22 66% മാത്രമായിരുന്നു. അവിടെ നിന്ന് വൻ വർധനമാണ്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം ഈ റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ നല്ല രീതിയിലാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ റിന്യൂവബിൾ എനർജി സെക്ടർ. അതുകൊണ്ട് കഴിയുന്നതും പ്രൈവറ്റ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പബ്ലിക് സെക്ടറിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ 23 27% മാത്രമേ അവർ കാണുന്നുള്ളൂ. അത് ഫൈനാൻഷ്യൽ 22 34% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ സ്റ്റേക്ക് കുറയുകയും പ്രൈവറ്റ് സെക്ടറിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് ഈ മേഖലയിൽ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും പല സ്റ്റോക്കുകളിലും വൻ റാലി നമ്മൾ കണ്ടിട്ടുണ്ട്. സുസ്ലോൺ എനർജി പോലെയുള്ള, അതുപോലെ JP പവർ, അങ്ങനെ തുടങ്ങി ടാറ്റ പവർ, അദാനി പവർ, അദാനി ഗ്രീൻ തുടങ്ങി പല ഇത്തരത്തിലുള്ള ഗ്രീൻ എനർജി മേഖലയിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വൻ റാലി നമ്മൾക്ക് കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം ഈ പറയുന്ന ഈ മേഖലയിലുള്ള ഒരു പുഷ് കാരണമാണ്. ഇതിന് ജോഗ്രഫിക്കലി IREDA എല്ലാ സംസ്ഥാനങ്ങൾക്കും, പ്രത്യേകിച്ച് 23ഓളം സ്റ്റേറ്റുകളിലുള്ള പല കമ്പനികൾക്കും ഇവർ
ഇവരുടെ ലോൺ ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ യൂണിയൻ ടെറിഫ് 5 യൂണിയൻ ടെറിട്ടറികളിലുള്ള കമ്പനികളും ഇതിൽ ഇടം പിടിക്കും. കൂടാതെ IRDAനെ ഒരു AAA റേറ്റിംഗ് ഉള്ള, അതായത് ക്രെഡിറ്റ് ഏജൻസി ഇതിൻ്റെ റേറ്റിംഗ് AAA റേറ്റിംഗ് ഉള്ള ഒരു മിനി രത്ന കമ്പനിയാണ് IRDA. IRDAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 28,000 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അസോസിയേഷൻ, അവരാണ് കമ്പനികളെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്ന ക്ലാസിഫിക്കേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ കമ്പനിയാണ് സെബിയുടെ ഡയറക്റ്റീവ് അനുസരിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് കുറേ കമ്പനികളെ മിഡ് ക്യാപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ IRDAയും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം നമുക്കറിയാം 1 മുതൽ 100 വരെയുള്ള കമ്പനികളെ ലാർജ് ക്യാപ്പ് എന്നും 101 മുതൽ 250 വരെയുള്ള ടോപ്പ് കമ്പനികളെ മിഡ് ക്യാപ്പ് എന്നും അതുപോലെ 250 മുകളിലുള്ള കമ്പനികളെ സ്മോൾ ക്യാപ്പ് എന്നുമാണ് പൊതുവെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ടോപ്പ് 250 കമ്പനികളിൽ IRDA ഇടം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം ചാർട്ട് ഒന്നും നമുക്ക് കിട്ടില്ല, നമുക്കറിയാം. കാരണം ഇത് നവംബറിലാണ് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു 2 മാസത്തിൻ്റെ ചരിത്രമേ നമുക്ക് ഇതിൻ്റെ ഗ്രാഫിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്കിലും ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇതിൻ്റെ വില 84 നിന്ന് 95 ഒരു കുതിച്ചുകാട്ടം നടത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഗ്യാപ്പ് അത് ഫിൽ ചെയ്യാൻ ഈ സ്റ്റോക്ക് ചിലപ്പോൾ താഴേക്ക് വന്നേക്കാം ഇനിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഈ ചില ബ്രോക്കർ ഫേമുകൾ ഇതിൻ്റെ ടാർഗറ്റ് കുറച്ചിട്ടുണ്ട്. അതിന് സെൽ കോളാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ബ്രോക്കറേജായ ഫിലിപ്സ് ക്യാപിറ്റൽ ഈ കഴിഞ്ഞ ദിവസം അവർ കൊടുത്തിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അതായത് ഇതിൻ്റെ വില 80ലേക്ക് താഴുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. അപ്പോൾ അതിനവർ പറയുന്ന കാരണം ഈ സ്ട്രോങ് ആയിട്ടുള്ള ലോൺ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. ലോൺ ബുക്കിൽ നല്ല പെർഫോമൻസും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഹയർ വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. അത് ഒരു പരിധിവരെ ശരിയായിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ PE റേഷ്യോ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ ഇൻഡസ്ട്രി PEനേക്കാളും കൂടുതലും ബുക്ക് വാല്യൂ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇൻഡസ്ട്രിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ സ്റ്റോക്ക് തീർച്ചയായും ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം 228% ഗ്രോത്താണ് ഒറ്റ മാസം കൊണ്ട് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് ഓവർ വാല്യൂഡ് തന്നെയാണ്. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് സ്വാഭാവികം ഇതൊരു ബുൾ മാർക്കറ്റാണ്. തീർച്ചയായും ഈ ചെറിയൊരു വിലയിലുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ വൻതോതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ഒരു റാലിയാണ് ഈ സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ചെറിയൊരു ന്യൂസുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കറക്ഷനൊക്കെ ഈ സ്റ്റോക്കിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിന് ഇവരുടെ ഈ കമ്പനി വളരെ സ്ട്രോങ് ആണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അതുപോലെ ഇതിൻ്റെ ബിസിനസ്സും വളരെ സ്ട്രോങ് ആണ്. പക്ഷേ വില ഓവർ വാല്യൂഡ് ആണ് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ കഴിയൂ. അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ കൊടുത്തിട്ടുള്ള ലോണുകൾ 73% പ്രൈവറ്റ് സെക്ടറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്വിസ് ലോണിൻ്റെ ആയാലും റിലയൻസ് പവറിൻ്റെ ആയാലും അതുപോലെ JP പവറിൻ്റെ ഒക്കെ ഹിസ്റ്ററി നമുക്കറിയാം. അവരൊക്കെ വലിയ കടങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞ കമ്പനികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ കടങ്ങൾ തിരിച്ചടക്കാതെ വന്നാൽ ഈ പറയുന്ന IRDA തീർച്ചയായും പ്രതിസന്ധിയിലാവും. അപ്പോൾ ആ ഒരു റിസ്ക് ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളതാണ് അവർ കണ്ടെത്തുന്ന ഈ പറയുന്ന ഈ അനലിസ്റ്റുകൾ കണ്ടെത്തുന്ന ഒരു കാര്യം. അപ്പോൾ ഈ റിട്ടേൺ റേഷ്യോ വളരെ വീക്കാണ് എന്നാണ് മറ്റൊരു അഭിപ്രായം. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ വളരെ കുറവാണ് എന്നുള്ളതും അവർ മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇതൊരു PSU സ്റ്റോക്കാണ്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് റെഗുലേഷൻസും അതിൻ്റെ മറ്റ് സബ്സിഡികൾ, മറ്റ് സ്കീമുകൾ ഇതൊക്കെ ആയിട്ട് ഇവരുടെ പ്രോഫിറ്റ് ചിലപ്പോൾ കുറവുണ്ടായേക്കാം. പക്ഷേ ഇതിൻ്റെ ബിസിനസ് വളരെ ഫ്യൂച്ചറിൽ വളരെ സാധ്യതയുള്ള ബിസിനസ്സാണ്, വളരെ സ്ട്രോങ് ബിസിനസ്സാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എൻട്രി എടുക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറും ഇതിൻ്റെ മറ്റു കാര്യങ്ങളും പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാനൊരു 80 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ. ഇതൊരു ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടില്ല. കാരണം ഈ IPO റാലി ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ നോർമൽ റേറ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോക്കുകൾ കൃത്യമായിട്ട് അതിന് കൃത്യമായ വാല്യുവേഷനിൽ അത് എത്താൻ സമയമെടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ. അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകില്ല എന്നതിനർത്ഥമില്ല. അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് എൻട്രി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും
അഭികാമ്യമായ കാര്യം എന്ന് മാത്രം സൂചിപ്പിച്ച് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.